ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറബി സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നായ ഫെറസ്തക്കിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തിന്റെ അതുപോലെ തന്നെ മൂർച്ചയേറിയ പരിഹാസത്തിന്റെയുമൊക്കെ ഒരാൾരൂപമായിരുന്നു അദ്ദേഹം. അപ്പോൾ അറബി സാഹിത്യം പഠിക്കുന്ന, പ്രത്യേകിച്ച് UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതം അറിയേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ പണ്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഒരൊറ്റ വാചകം കേട്ടാൽ മതി. ഫെറസ്തക്കിന്റെ കവിത ഇല്ലായിരുന്നെങ്കിൽ അറബി ഭാഷയുടെ 1/3 തന്നെ ഇല്ലാതായിപ്പോയേനെ. ഒന്നാലോചിച്ചു നോക്കൂ, അത്രയ്ക്കും വലുതായിരുന്നു അറബി ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന. അതുകൊണ്ട് തന്നെയാണ് അറബി ഭാഷയുടെ ഒരു നെടും തൂണായിട്ട് ഫെറസ്തക്കിനെ കാണുന്നത്. അപ്പോ ആരായിരുന്നു ഈ ഫെറസ്തക്ക്? ഭാഷയെ ഇത്രയധികം സ്വാധീനിച്ച ഈ കവി ആരാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ശരി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ ഫിറാസ് ഹമ്മാം ഇബ്ന് ഗാലിബ് അത്തമീമി എന്നാണ്. ജനിച്ചതും മരിച്ചതുമൊക്കെ ഇന്നത്തെ ഇറാഖിലുള്ള ബസ്രയിലാണ്. പക്ഷെ സ്ഥലമൊക്കെ ബസ്രയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളം ഒരു ബദവിയുടേതായിരുന്നു, അതായത് ഒരു മരുഭൂമിയിലെ നാടോടിയുടെ മനസ്സ്. ഈ ഒരു പരുക്കൻ ജീവിതമുണ്ടല്ലോ, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതയ്ക്കും സ്വഭാവത്തിനുമൊക്കെ ആ ഒരു പ്രത്യേക മൂർച്ച നൽകിയത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ നാടോടി സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പരുക്കൻ രീതി അന്നത്തെ അറബ് പ്രമാണിമാരുടെയൊക്കെ ആ ഒരു പരിഷ്കൃത മര്യാദകളുമായിട്ട് എപ്പോഴും ഒരു ഏറ്റുമുട്ടലിലായിരുന്നു. പക്ഷേ ഈ പരുക്കൻ സത്യസന്ധത അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഒരു മുഖമുദ്ര എന്ന് പറയാം. ശരി, അപ്പോ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അറബിക് കവിതയിലെ ഒരു അതികായനായി മാറിയത്? അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഈ കാവ്യജീവിതത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു 3 സ്റ്റെപ്പുകളായിട്ട് കാണാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അദ്ദേഹം വളർന്നു വന്നത് തന്നെ ഒരു സാഹിത്യ ചുറ്റുപാടിലായിരുന്നു. രണ്ടാമതായിട്ട്, സ്വന്തം പിതാവ് തന്നെയാണ് അദ്ദേഹത്തെ കവിതയുടെ ആദ്യ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചത്. അപ്പോ ജന്മനായുള്ള കഴിവിന് ഇതുകൂടി ഒരു വളമായപ്പോൾ സ്വാഭാവികമായും 3ാം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ കാവ്യപ്രതിഭ ശരിക്കും അങ്ങ് വിടർന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നടന്ന വളരെ നിർണായകമായൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പിതാവ് മകന്റെ കവിതയിലുള്ള കഴിവിൽ ഭയങ്കര അഭിമാനിയായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം മകനെയും കൂട്ടി ഖലീഫ അലി റളിയല്ലാഹുവിന്റെ മുന്നിലെത്തി. ഇതൊക്കെ കേട്ടപ്പോ അലി റളിയല്ലാഹുവിൻ കൊടുത്ത ഉപദേശം വളരെ ലളിതമായിരുന്നു. അവനെ ഖുർആൻ പഠിപ്പിക്കൂ, അതാണ് അവന് ഏറ്റവും നല്ലത്. ഫെറസ്തക്ക് ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. ഖുർആൻ മുഴുവനായും ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ശരി, ഇനി നമുക്ക് അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ശത്രുതയുടെ കഥ കേൾക്കാം. വെറുമൊരു ശത്രുതയല്ല, ഒരു തലമുറയെ മുഴുവൻ നിർവചിച്ച ഒരു കാവ്യയുദ്ധം തന്നെയായിരുന്നു അത്. ഫെറസ്തക്കിന്റെ ഏറ്റവും വലിയ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ജരീർ. അദ്ദേഹവും ഒരു മഹാകവി തന്നെ. അസൂയയും മത്സരവുമൊക്കെ ചേർന്ന് അവരുടെ ബന്ധം ഹിജാ, അതായത് ആക്ഷേപഹാസ്യ കവിതകളുടെ ഒരു കൊടുങ്കാറ്റായിട്ട് മാറി. ഈ ശത്രുത എങ്ങനെയാ തുടങ്ങിയതെന്നറിയാമോ? വളരെ രസകരമാണ്. ജരീറുമായിട്ട് വഴക്കിട്ട വേറൊരു കവിയുടെ പക്ഷം ഫെറസ്തക്ക് പിടിച്ചു. അത്രേ വേണ്ടി വന്നുള്ളൂ ജരീറിനെ ചുടിപ്പിക്കാൻ. ജരീർ നേരെ ഫെറസ്തക്കിനെതിരെ കവിത ചൊല്ലി. അതോടെ ആ വലിയ സാഹിത്യയുദ്ധത്തിന് തുടക്കമായി. 1 2 ദിവസമോ മാസങ്ങളോ അല്ല, നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. നീണ്ട 10 വർഷക്കാലമാണ് അവർ തമ്മിൽ ഈ ആക്ഷേപഹാസ്യ കവിതകൾ കൊണ്ട് ഏറ്റുമുട്ടിയത്. അന്നത്തെ സാഹിത്യലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചാണ് ഈ പോരാട്ടം കണ്ടുനിന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെറസ്തക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷത്തെക്കുറിച്ചാണ്. ധൈര്യത്തിന്റെയും നിലപാടിന്റെയും ഒക്കെ ഒരു പ്രതീകമായി അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ എഴുതിച്ചേർത്ത ഒരു സംഭവം. നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിൽ കാണുക. ഹജ്ജ് കർമ്മം നടക്കുന്ന സമയം. അവിടെ ശക്തനായ ഉമയ്യദ് രാജകുമാരൻ ഹിഷാം ബിൻ അബ്ദുൽ മലിക് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രവാചകന്റെ പേരുമകനായ അലി ഇബ്നു ഹുസൈൻ, അതായത് സൈനുൽ ആബിദീൻ,
അതുവഴി നടന്നുപോകുന്നത്. അദ്ദേഹത്തെ കണ്ടതും ജനങ്ങളെല്ലാം ബഹുമാനത്തോടെ വഴിയൊരുക്കിക്കൊടുത്തു. ഇത് കണ്ട ഹിഷാമിന് തീരെ പിടിച്ചില്ല. അയാൾ പുച്ഛത്തോടെ ചോദിച്ചു, മൻ ഹാദ, ആരാണിയാൾ? ആ ചോദ്യത്തിന് മറുപടി കൊടുത്തത് മറ്റാരുമല്ല ഫരസ്ദക്കായിരുന്നു. അതുമെങ്ങനെ? ഒരു കവിതയിലൂടെ. ആ നിമിഷം അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രശംസകാവ്യമങ്ങ് ചൊല്ലി. അതിന്റെ ആദ്യത്തെ വരിയാണിത്. ഇതാരാണെന്നോ? ഇദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ മക്കയിലെ താഴ്വരകൾക്ക് പോലും അറിയാം. കഅബയ്ക്കറിയാം, ഹറമിനറിയാം, ഈ പുണ്യഭൂമിക്ക് മുഴുവൻ അറിയാം. ശരിക്കും പറഞ്ഞാൽ അത് രാജകുമാരന്റെ മുഖത്ത് കിട്ടിയ ഒരു അടി പോലെയായിരുന്നു. ഈ ധൈര്യം കാണിച്ചതിന് ഫെറസ്ദക്കിന് വലിയ ഒരു വില കൊടുക്കേണ്ടി വന്നു. വേറൊന്നുമല്ല, രാജകുമാരനായ ഹിഷാം ദേഷ്യം വന്ന് അദ്ദേഹത്തെ നേരെ ജയിലിലടച്ചു. അപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് പോരാട്ടങ്ങളും ധിക്കാരവുമൊക്കെ നിറഞ്ഞൊരു ജീവിതം. ഇതിനെല്ലാം ശേഷം ഫരസ്ദക്കിന്റെ കവിതയെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും ചരിത്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം? പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കാണുന്ന പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ കവിതകളെ നിരൂപകർ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് നോക്കൂ. ഫഖർ, അതായത് ആത്മപ്രശംസ, അതിലും ഹിജാ അഥവാ ആക്ഷേപഹാസ്യം, ഇതിലുമൊക്കെ അദ്ദേഹത്തെ വെല്ലാൻ വേറെ ആളുണ്ടായിരുന്നില്ല. അതുപോലെ വസ്ഫ് അഥവാ വർണ്ണനകൾ, അതിൽ അദ്ദേഹം ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആയിരുന്നു. പക്ഷെ മദ്, അതായത് മറ്റുള്ളവരെ പുകഴ്ത്തുന്ന കവിതകളിൽ ഒരു ശരാശരിക്കാരൻ. റിസാ അഥവാ വിലാപകാവ്യങ്ങളിലാണെങ്കിൽ വളരെ പിന്നിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കീർണമായ വ്യക്തിത്വം ഈ പോയിന്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ശക്തികൾ നോക്കൂ. ഖലീഫമാരുടെ മുന്നിൽ പോലും സ്വന്തം തറവാട്ടു മഹിമ പറഞ്ഞ് തലയോർത്തി നിന്നു. ശക്തവും ഗംഭീരവുമായ ഭാഷയായിരുന്നു അദ്ദേഹത്തിന്റേത്. ഭാഷാ പണ്ഡിതന്മാർക്കും വ്യാകരണ പണ്ഡിതന്മാർക്കുമൊക്കെ അദ്ദേഹത്തോട് വലിയ ആരാധനയായിരുന്നു. മറുവശത്തോ അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ. ഒരുപാട് അധാർമിക പ്രവൃത്തികൾ ചെയ്തിരുന്നു. മതപരമായ കാര്യങ്ങളിൽ ദുർബലനായിരുന്നു. അതുപോലെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കാനും അദ്ദേഹത്തിനൊരു മടിയുമുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് വന്നു നിൽക്കുന്നത്. അദ്ദേഹം അധാർമികനായൊരു കവിയാണോ അതോ അറബി ഭാഷയുടെ കാവൽക്കാരനാണോ? ഒരാളുടെ മഹത്തായ കഴിവും അയാളുടെ വ്യക്തിപരമായ വീഴ്ചകളും, ഇതിനെ രണ്ടിനെയും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ച് കാണേണ്ടത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കും ചിന്തിക്കാനായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.